blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ സമയത്ത് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ ഇതിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ണറായി പ്രവർത്തിച്ച വ്യക്തിക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, എറണാകുളത്ത് നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ധാരാളം ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുവാൻ അങ്ങ് സഹായിക്കുന്നതിനാൽ നന്ദി പറയുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സകല അനുഗ്രഹങ്ങളും കൊണ്ട് കർത്താവെ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആറ്റിങ്ങൽ ഡിസംബർ 16 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ ആറ്റിങ്ങൽ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അടൂർ ഡിസംബർ 17 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മേലേടത്ത് ഓഡിറ്റോറിയം, ഫയർ സ്റ്റേഷന് സമീപം, അടൂർ. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠന യാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. Today I'm going to talk about you are called to be a victor. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ജയാളിയായി തീരുന്നതിന് വേണ്ടിയാണ്. And to become a victor, Jesus is our role model. ഒരു ജീവിതത്തിൽ നമ്മൾ ജയാളിയായി മാറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാതൃകയായി നിൽക്കുന്നത് യേശു കർത്താവ് തന്നെയാണ്. When Jesus came into this world, യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ the Bible says he overcame everything that came across his way. ബൈബിൾ പറയുന്നു അദ്ദേഹത്തിന്റെ എതിരായി വന്നിട്ടുള്ള സകലത്തിനെയും അദ്ദേഹം മറികടക്കുവാൻ, അതിന്റെ മേലൊരു ജയം അദ്ദേഹം എടുക്കുവാനിടയായി തീർന്നു. And in our terms we can even say that Jesus scored 100 marks in all the tests. നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം യേശു നേരിട്ട എല്ലാ പരീക്ഷകളിലും അദ്ദേഹത്തിന് 100% മാർക്ക് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. The first man failed. ആദ്യത്തെ മനുഷ്യൻ തോറ്റുപോയി. The second man failed. രണ്ടാമത്തെ മനുഷ്യൻ തോറ്റുപോയി. Third man failed. മൂന്നാമത്തെ മനുഷ്യൻ തോറ്റുപോയി. Every man in every generation failed in some area or other. എല്ലാ തലമുറയിൽപ്പെട്ട എല്ലാ മനുഷ്യന്മാരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവരുടെ ജീവിതത്തിൽ അവർ പരാജയപ്പെട്ടു. But Jesus the Son of God saw no failure in his life. എന്നാൽ യേശു എന്ന് പറയുന്ന ദൈവപുത്രന് തന്റെ ജീവിതത്തിൽ ഒരു പരാജയം പോലും വന്നിട്ടില്ല. We all fail in many different areas. നമ്മൾ എല്ലാവരും നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിൽ പരാജയപ്പെടാറുണ്ട്. In some areas we may be very very successful. എന്നാൽ ചില കാര്യങ്ങളിൽ ചില ഏരിയകളിൽ നമ്മൾ വളരെയധികം ജയം പ്രാപിക്കുന്നവരാണ്. But in some areas we fail again and again. എന്നാൽ ചില മേഖലകളിൽ നമ്മൾ വീണ്ടും വീണ്ടും പരാജയത്തിലേക്ക് പോകും. Dr. Yonggi Cho once said, ഡോക്ടർ യോങ്കിച്ചു ഒരിക്കൽ പറഞ്ഞു, you are not a failure because you failed. നിങ്ങൾ തോറ്റുപോയത് കൊണ്ട് നിങ്ങളൊരു പരാജയമല്ല. You are only a failure if you don't try again. നിങ്ങൾ പരാജിതനായി മാറുന്നത് നിങ്ങൾ വീണ്ടും പരിശ്രമിക്കാതിരിക്കുമ്പോഴാണ്. So fill your mind with
success and you will become successful. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ മുഴുവൻ വിജയം കൊണ്ട് നിങ്ങൾ നിറയ്ക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിജയം വരാൻ And we പോവുകയാണ്. can fill our lives and our minds with success only with Jesus because He is the full success. നമ്മുടെ ജീവിതത്തിൽ വിജയം കൊണ്ട് നിറയ്ക്കുവാൻ കഴിയുന്നത് യേശുവിനെ കൂടെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. കാരണം യേശുവാണ് തന്റെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും John വിജയിച്ചു. chapter 16 verse number 33. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം. Jesus says, I have told you these things so that in me you may have peace. In this world you will have trouble, but take heart, I have overcome the world. നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഞാൻ ഇതെല്ലാം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. Brothers and sisters, listen to me. സഹോദരി സഹോദരന്മാരെ, എന്നെ ശ്രദ്ധിച്ചാലും Jesus has never promised a trouble-free life. യേശു കർത്താവ് ഒരിക്കലും നമുക്ക് പ്രശ്നരഹിതമായ ഒരു ജീവിതം ഒരിക്കലും താൻ വാഗ്ദാനം ചെയ്തിട്ടില്ല. I want to say it again. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രശ്നങ്ങളില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത ഒരു ജീവിതം ഒരിക്കലും യേശു വാഗ്ദാനം ചെയ്തില്ല. Did you listen to that? നിങ്ങളത് ശ്രദ്ധിച്ചുവോ? If you heard that, shout a hallelujah. നിങ്ങളത് കേട്ടിട്ടുണ്ടെങ്കിൽ കൈകൾ ഉയർത്തി ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാൽ. So many people wonder, they watch Blessing Today, they come to Blessing Center, they follow Jesus, they read the Bible, but still, brother, we face many troubles. ഒത്തിരി ആളുകളും ചിന്തിക്കാറുണ്ട്, ഞങ്ങൾ ബ്ലെസ്സിംഗ് ഡേ എല്ലാ ദിവസവും കാണുന്നുണ്ട്, ബ്ലെസ്സിംഗ് സെന്ററിൽ പോകാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വരാറുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ, പ്രശ്നങ്ങൾ വരികയാണ്. Brother Damien is a servant of God. ബ്രദർ ഡാമിയൻ ദൈവത്തിന്റെ ഒരു ദാസനാണ്. But I still face many troubles in my life. എന്നാൽ ഞാൻ ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. I'm not trouble free. ഞാനും പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു വ്യക്തിയല്ല. This man of God is not trouble free. ഈ ഇരിക്കുന്ന ദൈവത്തിന്റെ ദാസനും പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു All the men വ്യക്തിയല്ല. of God and all people of God sitting here, we are not at all trouble free. നമ്മുടെ ഇരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിലെ വിശ്വാസികൾ ആരും തന്നെ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിടാത്ത വ്യക്തികളല്ല. These are all realities and this knowledge will set us free. ഇതെല്ലാം യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള അറിവുകൾ നമ്മളെ യഥാർത്ഥത്തിൽ വിജയത്തിൽ, സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. In fact, Jesus promised that there will be troubles in your life. ആ യഥാർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ വാസ്തവമായി കാണുന്നത് യേശു പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ്. But after that he said, but. എന്നാൽ അതിനുശേഷം അദ്ദേഹം പറയുകയാണെങ്കിൽ എന്നാൽ. Everybody say but. എല്ലാവരും പറഞ്ഞാലും എന്നാൽ. Okay. Jesus said, in this world you will have troubles, but. യേശു പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, എങ്കിലും take heart. ധൈര്യപ്പെടുവിൻ. Touch somebody and say, take heart. അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് പറഞ്ഞേ, ധൈര്യപ്പെടുവിൻ. ഉറക്കെ പറയാമോ? ധൈര്യപ്പെടുവിൻ. Why? എന്തുകൊണ്ട്? Jesus says, I have overcome this world. യേശു പറയുകയാണ്, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുകയാണ്. You are living in this world. നിങ്ങൾ ഈ ലോകത്താണ് ജീവിച്ചിരിക്കുന്നത്. I was living in heaven. ഞാൻ സ്വർഗത്തിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. But I came to your world. എന്നാൽ ഞാൻ നിങ്ങളുടെ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. I lived like a human being, just like you are a human being. നിങ്ങൾ ഒരു മനുഷ്യനായി ജീവിക്കുന്നത് പോലെ ഞാനും ഈ ലോകത്തിൽ ഒരു മനുഷ്യനായി ജീവിച്ചു. And as a human being living like you, I have overcome the world. നിങ്ങളെപ്പോലെ ഒരു മനുഷ്യ ജീവി എന്നുള്ള രീതിയിൽ ഈ ലോകത്ത് ജീവിച്ച് ഈ ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുകയാണ്. Hallelujah. Hallelujah. Meaning, if I could overcome the world, because you are following me, you will also overcome the world. അതിന്റെ അർത്ഥം ഇതാണ്, എനിക്ക് ഈ ലോകത്തെ ജയിക്കുവാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾ എന്നെ അനുഗമിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കും ജീവിതത്തിൽ ജയം പ്രാപിക്കുവാൻ കഴിയുന്നതാണ്. It's time for another shout of hallelujah. ഇത് മറ്റൊരു വലിയൊരു ഹല്ലേലൂയ ദൈവത്തിന് കൊടുക്കുവാനുള്ള സമയമാണ്. Let's clap for Jesus. കൈകൾ അടിച്ചുകൊണ്ട് യേശുവിനെ സ്തുതിക്കാൻ തുടങ്ങിയാലോ. Now I'm going to give you a key.
ഞാൻ നിങ്ങൾക്ക് ഒരു താക്കോൽ തരാൻ പോവുകയാണ്. How can you overcome the world? നിങ്ങൾക്ക് എങ്ങനെ ഈ ലോകത്തെ ജയിക്കുവാൻ In കഴിയും? other words, how can you overcome the troubles in this world? മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ മറികടക്കുവാൻ കഴിയും? You need a key. നിങ്ങൾക്ക് അതിനൊരു താക്കോൽ What is ആവശ്യമാണ്. that key? എന്താണ് ആ താക്കോൽ? The key is faith. ആ താക്കോൽ എന്ന് പറയുന്നത് വിശ്വാസമാണ്. Because the Bible says it is by faith that we overcome the world. ബൈബിൾ പറയുന്നു നിങ്ങളുടെ വിശ്വാസ നിമിത്തമാണ് നിങ്ങൾ ലോകത്തെ ജയിച്ചിരിക്കുന്നത്. Revelation chapter 3 verse number 21. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 21-ാമത്തെ The വാക്യം. one who is victorious, I'll give the right to sit with me on my throne, just as I was victorious and sat down with my Father on his throne. ജയിക്കുന്നവന് എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഞാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടെ അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ. So from the first man Adam, in all generations people were continuously failing and they became failures and losers. But in between 2000 years back, one man came to this world history and he became the overcomer of the world. He became a victor, and he says, all those who are coming after me will be victorious, and I am going to give him a permission to sit with me on my throne. ആദാമിന്റെ കാലം മുതലുള്ള എല്ലാ മനുഷ്യരും തലമുറകളായി അവരുടെ ജീവിതത്തിൽ പരാജയങ്ങളും തോൽവികളും അവരെല്ലാം അനുഭവിച്ചു കൊണ്ടിരുന്നപ്പോൾ 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന് താൻ അന്ന് ലോകത്തിൽ നേരിട്ട എല്ലാ പ്രശ്നങ്ങളെയും താൻ അതിൽ നിന്ന് ജയിച്ച് ജയം പ്രാപിച്ചതിന് ശേഷം ആ യേശു കർത്താവ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ എന്നെ അനുഗമിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ജയം പ്രാപിക്കുകയും ആ ജയിക്കുന്നവർക്ക് എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഞാൻ വരവും നൽകാൻ പോവുകയാണ്. So the intention of Jesus asking us to follow him is for us to become victorious just like Jesus is victorious. യേശു കർത്താവ് നമ്മൾ ഓരോരുത്തരും തന്നെ അനുഗമിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്, നമ്മൾ ഓരോരുത്തരും തന്നെ പോലെ തന്നെ ജയാളികളായി മാറണമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശ നിമിത്തം മാത്രമാണ്. How many of you really want to follow Jesus? നിങ്ങൾ എത്ര പേർക്ക് യേശുവിനെ അനുഗമിക്കണമെന്ന് ആഗ്രഹമുണ്ട്? Keep your hands there in the air നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ കൈ ഉയർത്തി പിടിച്ചു നിന്നാലും and look at me. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാലും You will never be a failure. You will never be a loser. You will be a victor. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല, ഒരു തോറ്റ വ്യക്തിയായി നിങ്ങൾ മാറുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹത്തെ വിജയത്തെ തരാൻ പോവുകയാണ്. Hallelujah. Hallelujah. Romans 8 verse number 37. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം. Now, in all these things we are more than conquerors through him who loved us. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖേന ഇവയെല്ലാറ്റിലും പരിപൂർണ വിജയം നേടുന്നു. Hallelujah. Hallelujah. So I am here to tell you that in your life you might have seen a lot of failures, but with Jesus you're going to win in every area. ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ വാർത്ത, നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങൾ യേശുവിനോട് കൂടി നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയങ്ങൾ കാണാൻ പോവുകയാണ്. 1 John chapter 4 verse number 4. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. You dear children are from God and have overcome them, because the one who is in you is greater than the one who is in this world. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളവരാണ്, അവരെ നിങ്ങൾ ജയിച്ചുമിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. That is an amazing fact. അത് വളരെ നല്ലൊരു യാഥാർത്ഥ്യമാണ്. So John the apostle says there is one inside of you who is greater than the one in the world. ആ യോഹന്നാൻ പറയുകയാണ്, നിങ്ങളിൽ ഉള്ളവൻ ഈ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാകുന്നു. Who is that is residing in you? നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ആ വ്യക്തി ആരാണ്? If you are a child of God, നിങ്ങളൊരു ദൈവത്തിന്റെ മകനാണെങ്കിൽ Jesus is living inside of you. നിങ്ങളുടെ ഉള്ളിൽ യേശു കർത്താവ് വസിക്കുകയാണ്. Holy Spirit is living inside of you. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുകയാണ്. From the moment you confess Jesus is your Lord and Master, from that moment the Holy Spirit is inside of you. നിങ്ങൾ എന്ന് യേശു കർത്താവ് നിങ്ങളുടെ കർത്താവാണ്, രക്ഷകനാണ് എന്ന് നിങ്ങൾ ഏറ്റുപറയുന്ന ആ സമയം മുതൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുകയാണ്. Whether you feel it or not, whether you believe it or not,
Jesus is there in your heart. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾക്കതൊന്ന് ഫീലിംഗ് ആയി അനുഭവിക്കാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും, യേശു കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ Some വസിക്കുകയാണ്. people doubt whether this morning I did not feel any shivering. ചില ആളുകൾ സംശയിക്കാറുണ്ട്, ബ്രദറെ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഒരു ഷിവറിംഗ് ഒന്നും അനുഭവിച്ചില്ല. So is Jesus still with me? ഇപ്പോഴും യേശു എൻ്റെ കൂടെയുണ്ടോ? Because first when Jesus came, when the Holy Spirit came, I was shivering all over. കാരണം ആദ്യമായി പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭവം എനിക്ക് കിട്ടിയപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ വിറയ്ക്കുവാൻ അങ്ങനെ ഒരു അനുഭവം So എനിക്കുണ്ടായി. I don't feel anything. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ അങ്ങനെയൊന്നും So this Saturday when I woke up, there was no shivering. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വിറയലോ അനുഭവം ഒന്നും ഉണ്ടായില്ല. So Jesus must have gone for vacation. ഒരുപക്ഷെ യേശു കർത്താവ് അവധിയെടുത്ത് പോയിട്ടുണ്ടാവാം. Oh my God. അങ്ങനെ എൻ്റെ ദൈവമേ. The Bible says when the Holy Spirit comes, he is not coming with a temporary appointment, he is coming with a permanent appointment. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അദ്ദേഹം വരുന്നത് താൽക്കാലികമായ ഒരു നിയമനത്തിന് വേണ്ടി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതിന് വേണ്ടിയല്ല, സ്ഥിരമായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. Jesus said, Father has given us a promise. യേശു പറഞ്ഞു, പിതാവ് നമുക്കൊരു വാഗ്ദത്തം തന്നിരിക്കുകയാണ്. The promise is the Spirit of truth. ആ വാഗ്ദത്തം എന്ന് പറയുന്നത് സത്യത്തിന്റെ ആത്മാവാകുന്നു. When the Spirit of truth comes, he will guide you through all truth. ആ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ നിങ്ങളെ എല്ലാ സത്യത്തിലും ആ പരിശുദ്ധാത്മാവ് വഴി നടത്തും. The Father gives the Spirit of truth so that he will be with you forever. ആ പിതാവ് നിങ്ങൾക്ക് ഈ സത്യത്തിന്റെ ആത്മാവിനെ തരുന്നത് നിങ്ങളോട് കൂടെ എല്ലാ കാലവും ഇരിക്കുന്നതിന് വേണ്ടിയാണ്. Hallelujah. ഹല്ലേലൂയ. So sometimes you may not feel any shivering, ചില സമയത്ത് നിങ്ങൾക്ക് ചില വിറയലൊന്നും അനുഭവിക്കുകയില്ല. but still Jesus is there in your life. എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ യേശു കർത്താവ് ഉണ്ട്. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഡെലിവറൻസ് ക്ലിനിക് 2016. ഡിസംബർ 13, 14, 15 തീയതികളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ടീമും ശുശ്രൂഷിക്കുന്നു. നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാനായി വിളിക്കുക 0484 422 101. സഹോദരിയുടെ ഒരു ഷൈനി എന്നാണ്, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, നെടുമങ്ങാട് തന്നെയാണ് സഹോദരി വരുന്നത്. സഹോദരിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായി. 6 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. വിവാഹം കഴിയുന്നതിൻ്റെ ആ സമയത്ത് തന്നെ ഈ സഹോദരി പ്രഗ്നൻ്റ് ആയി. ആ സമയത്ത് തനിക്ക് ഒത്തിരി രോഗങ്ങൾ, തനിക്ക് ഷുഗർ, പ്രഷർ, അതുപോലെ ഒത്തിരി രോഗങ്ങൾ തനിക്കുണ്ടായിരുന്നു. ആ കുഞ്ഞിന് ഏകദേശം 8 മാസമായി. ഏകദേശം ഡെലിവറിയോട് അടുക്കുന്ന സമയത്താണ് സ്കാൻ ചെയ്തപ്പോൾ മനസ്സിലായത് കുഞ്ഞകത്ത് മരിച്ചു കിടക്കുകയാണെന്നുള്ള. അങ്ങനെ ആ സഹോദരി വല്ലാതെ ഷോക്കായി പോയി. അത് അങ്ങനെ അറിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ആ കുഞ്ഞിനെ പുറത്തെടുത്തു. പിന്നെ അതിനുശേഷം ഈ സഹോദരി പറയുന്നത്, അങ്ങനെ മരിച്ചു കിടന്നാൽ അമ്മ കൂടെ മരിച്ചു പോകും. അതെ, അങ്ങനെയാ സംഭവിക്കും. പക്ഷെ അത് സംഭവിക്കാതെ കർത്താവ് കാത്തു. അങ്ങനെ പിന്നെ ഈ സഹോദരിക്ക് ഭയങ്കര വിഷമമായി. ഏകദേശം ഈ സഹോദരി പറയുന്ന 5 വർഷത്തോളം താൻ ഒരു ഏകാന്തത ജീവിതമായിരുന്നു താൻ നയിച്ചത്. തൻ്റെ ഭർത്താവിൻ്റെ കൂടെ താൻ പൂനെയിലേക്ക് പോയി. പൂനെയിലായിരുന്നു പിന്നെ താമസം. അവിടെ നിന്ന് തൻ്റെ ഒരു സഹോദരി, തൻ്റെ ഒരു അനിയത്തിയാണ്, ബ്ലെസ്സിംഗ് ടുഡേ ട്യൂബ് പ്രോഗ്രാമുണ്ട്, അതിനകത്ത് എപ്പോഴും കാണിക്കാറുണ്ട്. ഒരു കുഞ്ഞുങ്ങളെ നൽകുന്ന സാക്ഷ്യം എപ്പോഴും ബ്രദർ ഡാമിയൻ പ്രാർത്ഥിക്കുമ്പോൾ അത് കാണാറുണ്ട്. നീയും ആ TV പ്രോഗ്രാം വെച്ച് പ്രാർത്ഥിക്കണം. മാത്രമല്ല കൊച്ചിയിൽ പ്രെയർ കോൾ സെൻ്റർ ഉണ്ട്, അവിടെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഈ സഹോദരി ഏകദേശം 4.5 വർഷം അവിടെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അവർക്ക് എല്ലാവർക്കും പരിചയമാണ്. 4.5 വർഷം വിളിച്ച് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളില്ലാത്ത നിരന്തരം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തനിക്ക് മാനസിക ബുദ്ധിമുട്ട് ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അപ്പോൾ, കാരണം ഭർത്താവ് ജോലിക്ക് പോകും, റൂമിൽ തന്നെ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. ഇവിടെ നാട്ടിൽ വരത്തില്ല. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ സഹോദരി പറയുന്നത് ആൾക്കാരെ ഫേസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം തൻ്റെ അനിയത്തിയുടെ വിവാഹം കഴിഞ്ഞു. അനിയത്തിക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങളുണ്ടായി. അനിയത്തി ആദ്യം പ്രസവിച്ചു.
അപ്പോൾ ഇനി ചേച്ചിക്ക് കുഞ്ഞുങ്ങളില്ല എന്നും പറഞ്ഞ് ഒത്തിരി പേർ തന്നെ അങ്ങനെ പരിഹസിക്കാൻ തുടങ്ങി. അത് തനിക്കൊരു വല്ലാത്ത വിഷമമായതുകൊണ്ട് താൻ പൂനെയിൽ തന്നെ താൻ ഭർത്താവിൻ്റെ ഒപ്പം താൻ പറയുന്നത് ഒരു ഏകാന്ത ജീവിതം, അവിടെ കുത്തിയിരുന്ന് കരയും പ്രാർത്ഥിക്കും, ഇങ്ങനെ തന്നെ തൻ്റെ ജീവിതം കഴിഞ്ഞു പോയി. എന്നാൽ ഓരോ വർഷങ്ങളും താൻ മടുത്തു പോകാതെ താൻ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണും. ഈ സഹോദരി മനസ്സിൽ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഒരു ദിവസം ഞാനും ഒരു സ്റ്റേജിൽ നിന്ന് പ്രാർത്ഥിക്കുമെന്ന്. ഒരു കുഞ്ഞിനെ പിടിച്ചു, അങ്ങനെ കർത്താവ് തന്നെ കാണിച്ചു എന്ന് അവർ താൻ പറയും. താനൊരു സാക്ഷ്യം പറയുന്നത് താൻ കാണും. അങ്ങനെ ആ സഹോദരിയുടെ അകത്തൊരു വിശ്വാസം കയറി. അന്ന് ഉള്ളിൽ കണ്ടത്, മനസ്സിൽ കണ്ടത് ഇന്ന് കണ്ണുകൾ കൊണ്ട് നമ്മൾ കൂടെ കാണുകയാണ്. ഹല്ലേലൂയ. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞിട്ട്, പ്രെയർ കോൾ സെൻ്ററിൽ ശുശ്രൂഷിക്കുന്ന ഓരോ ശുശ്രൂഷക്കാരോടും പ്രത്യേകിച്ച് എനിക്ക് നന്ദി പറയാനുണ്ട്. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ റിസൾട്ടാണ്. മിക്കപ്പോഴും ആളെ കാണുന്നില്ല, ശബ്ദം മാത്രമേ കേൾക്കുന്നു, ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ വിളിക്കുന്നു. പക്ഷേ രാവും പകലും അവർ കോൾ എടുക്കുന്നു. 4.5 വർഷത്തോളം നിരന്തരമായി എത്ര പ്രാവശ്യം വിളിച്ചു കാണും? എങ്ങനെയാണ് സാധാരണ വർഷം വരുമെന്ന് പറയുമ്പോൾ ഇടവിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും? ഒരു 100 പ്രാവശ്യമൊക്കെ വിളിച്ചു കാണും? 50 പ്രാവശ്യം, 100 പ്രാവശ്യം, 25 കൂടുതൽ എങ്ങനെയും വിളിച്ചിട്ടുണ്ട്. അത്രയും പ്രാവശ്യം വിളിച്ചുകൊണ്ടിരുന്നു. ചിലർ പറയും ആ ഫോൺ കാശ് പോയത് തന്നെ. ഇല്ല, ഇതാണ് റിസൾട്ട്. കാശൊന്നും പോകില്ല, ഇതാ റിസൾട്ട്. അങ്ങനെ 2014 വളരെ പ്രയാസപ്പെട്ട് സഹോദരി വിളിച്ചപ്പോൾ പ്രയർ കോൾ സെന്ററിൽ ഇരിക്കുന്ന ഒരു സഹോദരി പറഞ്ഞു, അടുത്ത വർഷം 2015 ഒരു കുഞ്ഞിനെ കാണും എന്നവർ വിളിച്ചുറപ്പിൽ സഹോദരിക്ക് പെട്ടെന്നകത്തൊരു വിശ്വാസം കയറി. സംഭവിച്ചത് പെട്ടെന്ന് തന്നെ സഹോദരി പ്രഗ്നൻ്റായി നല്ലൊരു കുഞ്ഞിനെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. ആ അന്ന് കണ്ട സാക്ഷ്യം സ്റ്റേജിൽ നിൽക്കുന്നത് കണ്ടതുപോലെ തന്നെ ഇന്ന് കർത്താവ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണാമോ? ഒരു ദിവസം ഞാൻ സ്റ്റേജിൽ കയറി യേശു കർത്താവ് എനിക്ക് ചെയ്തത്, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു എന്ന് യേശുവിൻ്റെ അമ്മ മറിയ വിളിച്ചു പറഞ്ഞതുപോലെ പറയാൻ ഒരവസരം എനിക്കും വരുന്നുണ്ട്. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? എൻ്റെ സാക്ഷ്യം ലോകം മുഴുവൻ ജനങ്ങൾ കാണും. അത് കേട്ട് കണ്ട് അനേകർ അനുഗ്രഹം പ്രാപിക്കും. അങ്ങനെ ഇന്നൊന്ന് തീരുമാനിക്കുക, നാളുകളിൽ നിങ്ങൾ നിൽക്കും. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. വീണ്ടും കർത്താവെ, ഒരു പൈതലിനെ കൂടെ അങ്ങ് കൊടുത്ത 6 വർഷത്തിന് ശേഷം കർത്താവെ, ഈ സഹോദരിക്ക് കൊടുത്ത ഈ പൈതലിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. ഇനിയും ദാമ്പത്യ ജീവിതത്തിൽ ശൂന്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടി കർത്താവെ അത്ഭുതം ചെയ്ത് അവരുടെ നിലവിളി കേട്ട് കർത്താവെ അവർക്കും പൈതങ്ങളെ കൊടുക്കണമേ, രോഗങ്ങളെ സൗഖ്യമാക്കണമേ, കെടുതികൾ മാറ്റണമേ, യേശുവിൻ്റെ നാമത്തിൽ. പുതുവത്സര ദിനത്തിലേക്കുള്ള ആദ്യ ചുവടുകൾ ദൈവിക അനുഗ്രഹത്തോടെ ആരംഭിക്കുവാൻ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ന്യൂ ഇയർ സർവീസ് 2017. ദൈവിക വാഗ്ദാനങ്ങളുമായി പുതുവർഷത്തിലേക്ക് കടക്കുവാൻ ബ്രദർ ഡാമിയൻ നൽകുന്ന അനുഗ്രഹ സന്ദേശം. ഡിസംബർ 31 ശനിയാഴ്ച രാത്രി 10 മണി മുതൽ 1 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വച്ച് ഈ പുതുവത്സര ആരാധനയിൽ നിങ്ങളും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484 422 101. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആറ്റിങ്ങൽ ഡിസംബർ 16 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ ആറ്റിങ്ങൽ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അടൂർ ഡിസംബർ 17 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മേലേടത്ത് ഓഡിറ്റോറിയം, ഫയർ സ്റ്റേഷന് സമീപം, അടൂർ. നമുക്ക് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഈ സമയത്ത് അങ്ങയുടെ കൈനീട്ടി രോഗികളെ സൗഖ്യമാക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ ബെഡിൽ കിടക്കുന്ന ചില വ്യക്തികൾ, കിടപ്പിലാണ് നിങ്ങൾ. യേശു നിങ്ങളെ അത്ഭുതകരമായി സൗഖ്യമാക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ ഇപ്പോൾ നടക്കട്ടെ. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ എല്ലുകൾക്ക് പൊട്ടലുണ്ടായി, അസ്ഥികൾക്ക് പൊട്ടലുണ്ടായി, എന്നാൽ അത് വീണ്ടും ചില സർജറി ഒക്കെ ആവശ്യമുണ്ട്. അത് ശരിയായ രീതിയിൽ സൗഖ്യമായില്ല. അങ്ങനെയുള്ള വ്യക്തികളെ സർജറി കൂടാതെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹോർമോണിൻ്റെ തകരാറുകൾ മൂലമുള്ള അസ്വസ്ഥതകൾ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ക്യാൻസർ രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പലതരത്തിലുള്ള വേദനകൾ, ശരീരത്തിലുള്ള വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ
മാറിപ്പോട്ടെ. സൈനസൈറ്റിസ് സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. അതുപോലെ ശരീരത്തിൽ പല സ്ഥലങ്ങളിലുള്ള മുഴകൾ, ഗ്രോത്തുകൾ, ഇതൊക്കെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ കർത്താവിനെ കൽപ്പിക്കുന്നതിനാൽ നന്ദി. ചിലർ പുകവലി ശീലത്തിൽ നിന്ന് പുറത്തു വരുന്നു, ചില അഡിക്ഷൻസിൽ നിന്ന് പുറത്തു വരുന്നു. താങ്ക് യു ജീസസ്. ഒത്തിരി അങ്ങനെയുള്ള ചില ദുശീലങ്ങളിൽപ്പെട്ട് ഒത്തിരി സാമ്പത്തിക നഷ്ടവും ബാധ്യതയും വരുത്തി വെച്ച ചില വ്യക്തികൾ കർത്താവ് വലിയൊരു വിടുതൽ ഈ സമയത്ത് നൽകുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. ദൈവം കൊടുക്കുന്ന ആ വിടുതലിനായി നന്ദി പറയും. ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിക്കുക, ഉള്ളിൽ വിശ്വസിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതലുകൾ കർത്താവെ ഓരോ വ്യക്തിക്കും നൽകുന്നതിനാൽ നന്ദി പറയും, അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിൽ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളെ ഇതേ സമയത്ത് ഇതേ ചാനലിൽ ഇത് കാണാൻ മറക്കരുത്. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും ഇതിനു മുമ്പ് ഒത്തിരി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനമായി തടസ്സങ്ങളെ തകർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന സകല തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നിലേക്ക് പോകാൻ ആ പുസ്തകം നിങ്ങളെ സഹായിക്കും. കോപ്പികൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പർ വിളിക്കാം. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്ന ടൈറ്റിലിൽ ലഭ്യമാണ്. ഇതിനു മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരാൻ മറക്കരുത്. അവിടെയും ഇതിൻ്റെ കോപ്പികൾ ലഭ്യമായിരിക്കും. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് ഇതേ ചാനൽ വീണ്ടും കാണാം. ബൈ.